കണ്ഠരര് രാജീവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പുറകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും എന്ന് വെച്ചാൽ പാർട്ടി പോലും നോക്കാതെ എല്ലാവരും ഇതിനെതിരെ അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പക്ഷെ വൈകുന്നേരം ആയ സമയത്ത് നമ്മുടെ ശ്രീലേഖ തന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് എനിക്ക് വേണോ പിന്നെ കൗൺസിലർ ശ്രീലേഖ എന്ന് പറയണം, അത് അവരുടെ ഡിഗ്നിറ്റി. ഓക്കെ, രാഹുൽ ഈശ്വർ മാത്രമാണ്. പിന്നെ രാഹുൽ ഈശ്വർ പിന്നെ എവിടെ ആരെന്ത് നെഗറ്റീവ് ചെയ്യുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് അതിന് വലിയ മൈൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ശ്രീലേഖ ഇന്നലെ വൈകിട്ട് ഇതുപോലെ തന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഈ സംഭവം ചർച്ചയായി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരി അതങ്ങ് റിമൂവ് ചെയ്തു. അപ്പം സത്യം പറഞ്ഞാൽ ഈ എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പുറത്താണോ അതല്ലെങ്കിൽ ഈ BJP-യിലുള്ള പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് സ്വന്തമായ നിലപാടില്ല, അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമില്ല. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരിക്കും അവിടെ സംഭവിച്ചത്. പക്ഷെ എന്ത് അടിസ്ഥാനത്തിൽ ഇപ്പം എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്ത ഒരാളെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ശ്രീലേഖ ന്യായീകരിച്ചത്? ശരിക്കും ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രീലേഖ ഇതിനു മുൻപും ഇങ്ങനെ തന്നെയായിരുന്നു. ഈ കേരളം മുഴുവൻ എല്ലാവരും കുറ്റക്കാരനാണ് എന്ന് ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞ ഒരാളാണ് ദിലീപ് എന്ന് പറയുന്ന നടൻ. ആ ദിലീപ് എന്ന് പറയുന്ന നടൻ കുറ്റക്കാരനല്ല എന്നും ദിലീപിന്റെ അവിടുത്തെ അവസ്ഥയിൽ പോയി കരിക്കും വെള്ളം അടക്കം എടുത്തു കൊടുത്തു, പായും തലയണയും കൊടുത്തു, അങ്ങനെ പിടിച്ചവിടെ കിടത്തി ഊട്ടി ഉറക്കി. ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഡോക്ടറെ കണ്ട് അത് ചികിത്സിപ്പിക്കുന്നതൊക്കെ നല്ലത് കേട്ടോ. അത് പക്ഷെ എല്ലാ പിന്നെ ഈ പറയുന്ന ജയിൽ പുള്ളികളോടും ഈ ഒരു അനുഭാവപൂർണമായ പെരുമാറ്റം ശ്രീലേഖ നടത്തിയിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന അസം സ്വദേശിയായ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ വരികയും ഇവിടെ വന്ന് പെരുമ്പാവൂരിലുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ഹീനമായി കൊല ചെയ്തു. റേപ്പ് അടക്കം നടത്തിക്കൊണ്ട് ആ ഒരു പെൺകുട്ടിയെ അതിഭീകരമായി കൊല ചെയ്ത ഒരു സംഭവം നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷിയെ ഒട്ടാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ പ്രതി ജയിലിൽ പോയി കണ്ടതിന് ശേഷം ഈ ശ്രീലേഖ വന്നിട്ട് എന്താ പറഞ്ഞത്, അവൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആവതില്ല, ചോര കണ്ടാൽ അവൻ തലകറങ്ങി വീഴും, അത്രയ്ക്കുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു പാവപ്പെട്ട കുട്ടിയെ ഇവിടുന്ന് പോലീസ് എല്ലാം കൂടെ പീഡിപ്പിച്ച് അവനെ ജയിലിലയച്ചു എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ശ്രീലേഖ എന്ന് പറയുന്നത്, കൗൺസിലർ ശ്രീലേഖ. അപ്പൊ ഈ കൗൺസിലർ ശ്രീലേഖയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെയാണ്, തെറ്റ് ചെയ്യുന്നവരെല്ലാം കൗൺസിലർ ശ്രീലേഖയുടെ മുന്നിൽ നല്ല പിള്ളകളാണ്. അങ്ങനെ ഒരാളാണ് ഈ ഇപ്പോൾ കണ്ഠരര് രാജീവര് എന്ന് പറയുന്ന ആള്. ഈ കണ്ഠരര് രാജീവര് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഈ തന്ത്രി എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒരാള് ഇപ്പം ഏറ്റവും വലിയ പുലിവാല് പിടിച്ചിരിക്കുന്ന സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി പണ്ട് പറഞ്ഞു തന്ത്രി കുടുംബത്തിൽ പിറക്കണം. അപ്പൊ ഇതെല്ലാം കണ്ടിട്ടായിരിക്കും സുരേഷ് ഗോപി പറഞ്ഞത് തന്ത്രി കുടുംബത്തിൽ പിറന്നാൽ ഇങ്ങനെ ചില ഗുണങ്ങൾ തനിക്ക് കിട്ടും. അയ്യപ്പനെ തലോടുകയും കുളിപ്പിക്കുകയും അഭിഷേകം ചെയ്യുകയും മാത്രമല്ലാതെ വേറെ ചില ഗുണങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് സുരേഷ് ഗോപി കുറച്ചു നാളിന് മുൻപ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്തോ എന്നറിയില്ല. എന്നിട്ടും സുരേഷ് ഗോപി അത് പറഞ്ഞിരുന്നു. അപ്പൊ ഈ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ചിലത് ചെയ്യണം, അനുജ്ഞ കൊടുക്കുക തുടങ്ങിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം ദേവന്റെ അനുവാദം വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പം SITയുടെ നിരീക്ഷണത്തിലും അത് തന്നെയാണ് വരുന്നത്, ദേവന്റെ അനുവാദം. അപ്പൊ ഇപ്പം അവിടത്തേക്ക് ഒരു സ്വർണ്ണപ്പാളി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വർണ്ണപ്പാളി തന്ത്രിയുടെ കുടുംബസ്വത്തായി, താഴമൺ കുടുംബത്തിന്റെ സ്വത്തൊന്നും അല്ല അത് ശരിക്കും ദേവന്റെ സ്വത്താണ്. അപ്പൊ ദേവന്റെ സ്വത്ത് അറ്റകുറ്റപ്പണികൾക്കായിട്ടാണെങ്കിലും എന്തിനായാലും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദേവന്റെ അനുവാദം വാങ്ങുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഈ ദേവന്റെ അനുവാദം വാങ്ങുമ്പോൾ അത് രേഖാമൂലമാക്കി ദേവസ്വം ബോർഡ് ഓഫീസിൽ അത് ഏൽപ്പിക്കേണ്ട ചുമതല കൂടി ഉള്ള ഒരാളാണ് ഈ തന്ത്രി എന്ന് പറയുന്ന ആള്. അയാൾ അതൊന്നും ചെയ്തിട്ടില്ല, അയാൾ തെറ്റുകാരൻ തന്നെയാണ്. ഇപ്പം അവർ പറയുന്നത് ഇത്രയും കാലമായി അയ്യപ്പന്റെ സ്വർണം എവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വർണം കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കാര്യം ഇത്രയും അധികം സ്വർണം അവിടെ നിന്ന് പിന്നെ തന്ത്രിയും പോറ്റിയും ഈ പറയുന്ന മുരാരി ബാബുവും പത്മകുമാറും VN വാസുവും സുധീഷും എന്താ പറയുക ജയശ്രീ അടക്കമുള്ള ഒരു 11ഓളം വരുന്ന പ്രതികൾ ഇത് കടത്തി എന്നുള്ളതാണ് വാസ്തവം. ഇതിനകത്ത് ഓരോരുത്തർക്കും ഇപ്പോൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാനിംഗ് ഉണ്ട്. ഈ പ്ലാനിങ്ങിൽ ഓരോരുത്തർക്കും ഓരോ ചുമതലകളായിട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കും. ഓരോരുത്തർക്കും ഓരോ ചുമതലകളാണ്, അവരതിനനുസരിച്ചിട്ട് വേണം പെരുമാറാൻ. ഈ രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ കാണുന്നത് എന്നാണ് ഏറ്റവും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അവശേഷിക്കുന്നത്, എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂരിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിലെ വെറും ഒരു പൂജാരിയായിരുന്ന ഒരാളെ ശബരിമലയിൽ ഈ തന്ത്രി കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം ഇന്ന് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്തായിരുന്നു ഈ തന്ത്രിക്ക് മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം? ഈ തന്ത്രി കുടുംബം അത്ര നല്ലവരൊന്നും അല്ല. തന്ത്രി കുടുംബം എല്ലാം ചെറ്റകളാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവിടെ പിന്നെ ഇതിനു മുമ്പ് ഒരുത്തരുണ്ടായിരുന്നല്ലോ മോഹനര്,
മോഹനരെ ശോഭാ ജോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഇഷ്യൂല് പിടിയിലായത് അറിഞ്ഞല്ലേ. അന്ന് ഈ പറയുന്ന ഈ തന്ത്രി താഴ്മ കുടുംബത്തിന്റെ അറിവിന്റെ പാരമ്യത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ തന്ത്രിയെ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാഗ്യസൂക്ത മന്ത്രം അറിയുമോ എന്ന് ചോദിച്ചു അവിടുത്തെ അന്നത്തെ ജഡ്ജി. അപ്പൊ ഭാഗ്യസൂക്ത മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ മന്ത്രമാണ്, ഗണപതി ഹോമവുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഒരു തന്ത്രി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ആദ്യമായി പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഇത്. അതായത് ഗണപതി ഹോമം നടത്തുന്നത് എങ്ങനെ, ആ ഗണപതി ഹോമത്തിന് വേണ്ടി ഉച്ചരിക്കുന്ന മന്ത്രം ഏതാണ് എന്നുള്ളത് ഒരാൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അന്ന് പിന്നെ ജഡ്ജി ചോദിച്ച സമയത്ത് ഇയാൾക്ക് അറിയില്ല. സംസ്കൃതം അറിയാന്ന് വെച്ചാൽ അതും അറിയില്ല, സംസ്കൃതം അറിയില്ല, വേദമന്ത്രങ്ങൾ അറിയില്ല. ഇതൊന്നും അറിയാത്ത ഒരാളാണ് ഈ മോഹനർ എന്ന് പറയുന്ന തന്ത്രി. ഈ തന്ത്രി പക്ഷെ പെണ്ണുങ്ങളുടെ വീട്ടിൽ കയറാൻ അങ്ങനെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ശോഭൻ വിളിച്ചു പോയി, അവിടെ പോയി അവസാനം അവര് ഗുണ്ടയായിരുന്നു, അവര് എല്ലാം കൂടെ ചേർന്ന് ഇയാളെ പഞ്ഞി കിട്ടും. ഇതാണ് വാസ്തവം ഉണ്ടായത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പൈസ ചോദിച്ച് ഇവര് ഹണി ട്രാപ്പ് ചെയ്തു. ആ ഹണി ട്രാപ്പിൽ പോലും വീണുപോയ ഒരു ദൈവതുല്യനാണ് ഈ പറയുന്ന മോഹനർ എന്ന് പറയുന്ന ആള്. എന്നിട്ട് ഈ മോഹനർക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് കോടതി ശരിക്കും ഇട്ട് മാറ്റിക്കളഞ്ഞു ഇയാളെ. ഈ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ മേൽശാന്തിമാരുടെ അടക്കം ഇന്റർവ്യൂ ചെയ്ത് അവിടെ ആളിനെ എടുക്കുന്നതെന്ന് കോടതി നേരിട്ട് ചോദിച്ചു. ഏറ്റവും അവസാനം നമ്മൾ പറയാം, ദൈവമേ നിന്നെ നീ തന്നെ കാത്തോണേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കോടതി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അപ്പൊ അത്രയ്ക്ക് പോലും വിവരമില്ലാത്ത, അത്രയ്ക്ക് പോലും ബോധമില്ലാത്ത ആ ഒരു കുടുംബത്തിന്റെ പേരിൽ അടുത്തുകൊണ്ട് പറ്റി. അതിന് മുമ്പുള്ളവരൊക്കെ ഏത് അവസ്ഥയിലാണെന്ന് നമുക്കറിയില്ല. മോഹനർ കാണിച്ച കൂട്ടി വൃത്തികേട് മാത്രമേ നമുക്കറിയൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ രാജീവര് കാണിച്ചതും. അപ്പൊ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു പത്രപ്രവർത്തകൻ അവിടെ ഇതിന് പോയ സമയത്ത് പിന്നെ ഒരു ചാനലിന്റെ ഇത് ഡ്യൂട്ടിക്കായിട്ട് അവിടെ അദ്ദേഹത്തിന്റെ പേര് ഷനാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഷനാസ് ഡേവിഡ് എന്ന് മറ്റാണ്. അപ്പൊ മാധ്യമപ്രവർത്തകനും അദ്ദേഹത്തിന്റെ ക്യാമറാമാനോടുണ്ട്. അപ്പൊ ഈ തന്ത്രി എടുക്ക് ചെന്നു, ഈ രാജീവർ എടുക്ക് ചെന്നപ്പം അവിടുന്ന് പ്രസാദം വാങ്ങിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ക്യാമറാമാന് വലിയ ആഗ്രഹം ശബരിമല തന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രസാദം, ശബരിമലയിലെ പ്രസാദം വാങ്ങുന്നത്. അപ്പം ഫേസ്ബുക്കിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു. അപ്പൊ ഷനാസ് എന്ന് പറഞ്ഞു, ഷാനസോ അങ്ങനെ എന്താണ് ആ പേര് പറഞ്ഞത്. അപ്പൊ ആ പേര് പറഞ്ഞ സമയത്ത് ഇയാളുടെ മുഖം അങ്ങ് ചുളിഞ്ഞു എന്ന് പറയുന്നത്. വാവരസ്വാമി ഇരിക്കുന്ന നടയാണ് ശബരിമല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇയാളുടെ മുഖം ആകെ ചുളിഞ്ഞു. അന്നേരം മുഴുവൻ പേര് പറഞ്ഞു, ഷനാസ് ഡേവിഡ് എന്ന് പറഞ്ഞു. അപ്പം ഈ ക്രിസംഗിയെ കണ്ട പോലെ ഒരു മുഖഭാവം ഉണ്ടായി എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്, ക്രിസംഗിയെ കാണുന്ന പോലെ. അപ്പം ഇങ്ങനെ എന്ന് വെച്ചാൽ ഉള്ളിൽ ആ സംഗീതം. അപ്പൊ അങ്ങനെ ഇയാളെ മുഖമൊക്കെ അങ്ങ് തെളിഞ്ഞു. മുഖം തെളിഞ്ഞ് കഴിഞ്ഞപ്പോ ചോദിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു മെറ്റവന്റെ ആളാണെന്ന്. മനസ്സിലായില്ലേ? ആ മെറ്റവൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വളരെ വ്യക്തമായി കാണുമല്ലോ, മെറ്റവന്റെ ആളാണെന്ന് വിചാരിച്ചു. അപ്പൊ പേര് പൂർണ്ണമായി കിട്ടും. പിന്നെ അതിന് ഇയാൾ മറുപടി പിന്നെ ഈ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെ തന്ത്രിക്ക് പണി കൊടുത്താണോ എന്ന് അറിയത്തില്ല. നിങ്ങൾ അയാൾ വിശ്വാസി അല്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസിയല്ല. അപ്പൊ ഭാര്യയുടെ പേര് സവിതാ സാവിത്രി എന്ന് പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ആളാണല്ലേ, ഹിന്ദു ആണല്ലേ, അപ്പൊ ഹിന്ദു ആചാരങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടല്ലോ എന്നുള്ളതിൽ എന്താ പറയാ, അല്ല അതും വിശ്വാസി അല്ല എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ച കുട്ടികൾ മകനാണ്. അപ്പം ചോദിച്ചു അവൻ വിശ്വാസിയായിട്ടാണോ വളരുന്നത്? എന്താ പറയാ, അല്ല വിശ്വാസിയായിട്ടല്ല വളരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടി കൊടുത്തുകൊണ്ട് അയാളെ പരമാവധി ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഏറ്റവും അവസാനം അയാൾ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ അയാൾക്കിട്ട് കൊടുത്ത പണിയാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള സാമൂഹ്യ ബോധവും മനസാക്ഷിയും അയാൾക്ക് ഇല്ല. അതായത് ഈ കണ്ഠരര് രാജീവരെന്ന് പറയുന്ന എരിന് ഇല്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ പുള്ളി ഒരു ബാലകൃഷ്ണൻ പോലെ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ അത്രയ്ക്ക് നീതിബോധമില്ലാത്ത, അത്രയ്ക്ക് ബോധമില്ലാത്തവരാണ് ശരിക്കും ഈ തന്ത്രി കുടുംബത്തിന്റെ ആ ഒരു എന്താ പിന്നെ ഈ താഴമൺ എന്ന് പറയുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ വരുന്നത്. മറ്റൊരാളുണ്ട് നമുക്കറിയാം, അദ്ദേഹം പലപ്പോഴേ പറയുന്ന അദ്ദേഹം ഈ പറയുന്ന മോഹനരുടെ ഒക്കെ അനന്തരവനാണെന്ന് പറഞ്ഞു നടക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലൊക്കെ സജീവ സാന്നിധ്യമായി നിറഞ്ഞിരുന്ന ഒരാളാണ്. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ഈ പിന്നെ പറയുന്നത് നോക്കി കഴിഞ്ഞാൽ മോഹനരെ വെളുപ്പിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അനന്തരവനായ ഈ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു. രണ്ടാമത് വന്നിട്ട് ഇയാളെ വെളുപ്പിച്ചെടുക്കേണ്ട, ഇനി രാജീവരെ വെളുപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ശബരിമല മോഷണ കേസ്, ആദ്യത്തെ ഒരു പെണ്ണ് കേസ്, പിന്നെ രണ്ടാമത്തെ ആള് ശബരിമലയിലെ വെളുപ്പിക്കാൻ നടക്കുന്നത്, പിന്നെ വേറൊരെണ്ണം അന്യന്റെ ഗർഭം ചുമക്കൽ. ഇങ്ങനെ പറയുന്ന കുറച്ച് ഇതില് ഇയാളുടെ ഒരു പ്രധാന ന്യായീകരണ തൊഴിലാളി എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതായത് ഇങ്ങനെ ഈ മോഷണം ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഒത്തുനിന്നു എന്നുള്ളതാണ്. അവിടുത്തെ വാജിവാഹനം, സ്വർണം പൂശിയ അവിടുത്തെ വാജിവാഹനം എവിടെ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ വാജിവാഹനം അങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്, ഈ താഴ്മൺ മടത്തി കൊണ്ടുവച്ചിരിക്കുകയാണ് ഈ പറയുന്ന രാജീവര്. അവന് SITയോട് ഇക്കാര്യങ്ങൾ പിന്നീടാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ, കോടതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇയാള് എടുത്തുകൊണ്ട് പോയപ്പോ പറഞ്ഞു ഇത് താഴ്മൺ കുടുംബത്തിന് അർഹതപ്പെട്ട മുതലാണ് എന്നും പറഞ്ഞാണ് ഈ വാജിവാഹനം എടുത്തുകൊണ്ട് പോയത്. അപ്പൊ അങ്ങനെ അർഹതപ്പെട്ട പലതും അവിടുന്ന് പോയിട്ടുണ്ടാവാം.
ഇനിയിപ്പോ അതിന്റെ ഒരു അന്വേഷണം വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അവള് താഴമൺ കുടുംബത്തിന് എങ്ങനെയാണ് അത് അർഹതപ്പെടുന്നത്. അപ്പൊ അത് അർഹതപ്പെട്ടത് ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഈ രാജീവര് എന്ന് പറയുന്ന ആള് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആള് തന്ത്രിയാണോ മന്ത്രിയാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നല്ല ചർച്ച. എന്നിട്ട് ഇപ്പൊ ഇതിനെ വെളുപ്പിച്ചെടുക്കാൻ നടക്കുന്നത് ഇപ്പൊ ശ്രീലേഖ കൗൺസിലർ ശ്രീലേഖയെ പോലുള്ള ആൾക്കാരെല്ലാം ഇതിനെ വെളുപ്പിച്ചെടുക്കാൻ നടക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇതിനെ വളച്ചു കൊണ്ടുപോകുന്നത്? ഇപ്പൊ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിലെ വലിയ നേതാക്കന്മാരെ ഇതിനെ കുറിച്ച് വലുതായിട്ട് മിണ്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ശ്രീലേഖയ്ക്ക് മിണ്ടാം. ശ്രീലേഖ പൊതുവെ ഇപ്പൊ ബി ജെ പി വിരുദ്ധയാണ്. കാരണം എന്ന് വെച്ചാൽ ശ്രീലേഖയ്ക്ക് അറിയാം, കൗൺസിലർ ശ്രീലേഖയ്ക്ക് അറിയാം, കൗൺസിലർ ശ്രീലേഖ ഇവര് പറ്റിച്ചു, നന്നായി ബി ജെ പിക്കാർ തേച്ചൊട്ടിച്ചു വെച്ചു മേയറാക്കാം. കൗൺസിലർ ശ്രീലേഖ വിചാരിച്ചെന്താ പിന്നെ DGP ഒക്കെ അല്ലായിരുന്നു. അപ്പൊ ആ ഒരു പവറിലൊക്കെ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മേയർ എന്നുള്ള നിലയിലേക്ക് അവർക്ക് അവിടെ ഒരു പ്രാധാന്യം കിട്ടുമെന്ന് ഈ കൗൺസിലർ ശ്രീലേഖ ചിന്തിച്ചു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും കൗൺസിലർ ആയിപ്പോയി. അപ്പൊ ഈ കൗൺസിലർ MLA ക്ക് മേളിലാണ്, മനസ്സിലായില്ലേ? VK പ്രശാന്ത് MLA ക്കാട്ടും മേളിലാണ് ശ്രീലേഖ കൗൺസിലർ. അപ്പൊ ഈ കൗൺസിലർക്ക് ഉടനെ ഓഫീസ് വേണം, വലിയ ഓഫീസ് വേണം. അപ്പൊ നോക്കിയപ്പോൾ അവിടെ കോർപ്പറേഷന്റെ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന VK പ്രശാന്തിന്റെ MLA ഓഫീസ് ഉണ്ട്. ആ പാവപ്പെട്ടവനെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. അതിന്റെ പിന്നെ അവന്റെ VK പ്രശാന്തിന്റെ നെഞ്ചത്ത് കയറ്റമായി. അപ്പൊ അവസാനം VK പ്രശാന്ത് പറഞ്ഞു ഞാൻ ഈ തള്ളയോട് എതിരിടാനില്ല എന്ന് പറഞ്ഞിട്ട് VK പ്രശാന്ത് അടുത്ത് മരുന്നും കുഴി കൊണ്ടുവച്ചു, ഓഫീസ് അങ്ങ് മാറ്റി. ഇവരെന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടിക്കോട്ടെന്ന് വിചാരിച്ചു. ഈ കൗൺസിലർ ശ്രീലേഖ കാണാൻ ആ പാട് എത്ര പേര് വരാനാണ്? അത് ആലോചിച്ചു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്, VK പ്രശാന്തിനെ. ഈ കൗൺസിലർ ശ്രീലേഖ കാണാൻ എത്ര പേര് വരുന്നുണ്ട്? ശാസ്ത്രമംഗലം വാർഡിലുള്ള കുറച്ച് പേര്. ഇതാണ് ഇവരുടെ പ്രശ്നം. അപ്പൊ ഇങ്ങനെ ഇവർക്ക് എന്തോ ഒരു വലിയ പ്രാമാണ്യത്വം തനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ബോധം മാത്രമാണ് ഈ കൗൺസിലർ ശ്രീലേഖയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ ഈ രീതി പറയുന്നത്. അവിടെ പിന്നെ താഴമൺ കുടുംബത്തെ എനിക്ക് 30 വർഷമായിട്ട് അറിയാം, രാജീവരെ. ആ 30 വർഷമായിട്ട് അറിയാം. ഈ അറിയാമെന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇനി നാളെ ശ്രീലേഖയെ ചോദ്യം ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് അയാളെ അറിയാമെന്ന് പറയാൻ പറ്റില്ല. അറിയാവുന്നവരും ആ കൂട്ടി ചിലപ്പോ അതായിരിക്കും, ആ രീതിയിലുള്ള സമ്മർദ്ദം വന്നു കാണും. അപ്പൊ അങ്ങനെ ഒരു ഭയം ഉണ്ടായി കാണും. പിന്നെ മറ്റേ BJP കാരൊക്കെ പറഞ്ഞു ഇയാൾ എന്ത് മണ്ടത്തിലോട് കാണിച്ച് എഴുതി വെച്ചേക്കുന്നത് എന്തുവാ, നിങ്ങൾ IPS കാരിയാണെന്ന് ഉള്ളതാണോ, സ്ക്രാച്ച് ആൻഡ് വിൻ വഴി കിട്ടിയതാണോ എന്ന് പല BJP കാരും ചോദിച്ചു കാണും. സുരേഷ് തന്നെ ചോദിച്ചു കാണും. കാര്യം സുരേഷിനോട് പലരും ചോദിച്ചിട്ടുണ്ട്, അഡ്വക്കേറ്റ് LLB നിങ്ങൾക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നി കിട്ടിയതാണോ പലരും സുരേഷിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി ചിലപ്പോൾ ശ്രീലേഖയോട് ചോദിച്ചതാണ് നിങ്ങൾക്ക് IPS സ്ക്രാച്ച് ആൻഡ് വിൻ വഴി എല്ലാം കിട്ടിയതാണോ എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ പെട്ടെന്ന് അങ്ങ് മാറ്റിയത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 30 വർഷമായിട്ട് അറിയാം. ഈ 30 വർഷത്തിനിടയിലാണല്ലോ ഈ താഴ്മൺ കുടുംബത്തിന്റെ പിന്നെ എന്താ അനുഗ്രഹീതനായ ഈ തന്ത്രി ഇത് മോട്ടിച്ചോണ്ട് പോയത്, അല്ലെ മോട്ടിക്കുന്നതിന് കൂട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് പങ്ക് പറ്റിയിട്ടുണ്ട്. ഇല്ലേ സോണിയാഗാന്ധി, അതിനകത്ത് കെണിഞ്ഞു പോയ കുറെ അധികം ആൾക്കാരുണ്ട്. ഈയിടെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അബിൻ വർക്കി എന്ന് പറയുന്ന ആളെ പലരും പല ഇരട്ടപ്പേരിലാണ് വിളിക്കുന്നത്. അബിൻ വർക്കി എന്ന് പറയുന്നത് നാട് കടത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. അപ്പം ആ അബിൻ വർക്കി വന്നിരുന്നുകൊണ്ട് പറയുന്ന കേട്ട് ഡൽഹിയിലൊക്കെ അങ്ങനെയാണ്, കയ്യെ ചരട് കെട്ടിക്കൊടുക്കുക. ഏതെങ്കിലും മത നേതാക്കന്മാര് അവിടുത്തെ ഡൽഹിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ട കയ്യെ ചരട് കെട്ടിക്കൊടുക്കുന്നത്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെ ആരാ മത നേതാവാക്കിയത്? അല്ല, ഹിന്ദു മതത്തിന്റെ വക്കാലത്ത് ഇവന്മാരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അബിൻ വർക്കി പൊട്ടനാണോ? ഇല്ലേ, എനിക്കറിയാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൽ പിന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കിട്ടിയില്ലെന്നുണ്ട് ഒരാൾക്ക് മാനസികമായി സ്ഥിരത പ്രശ്നമല്ലോ ഉണ്ടാവും. ഡൽഹിയിലൊക്കെ അങ്ങനെയാണ് അത്രേ. മത നേതാക്കന്മാര് പിന്നെ ഉന്നത നേതാക്കന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുമ്പോൾ കൈ ചാടി കെട്ടി കൊടുക്കുന്നു. ഈയിടെ വേറെ BRN ഷഫീർ എന്ന് പറയുന്ന ഒരുത്തുണ്ട്, BMW എന്ന പുള്ളിയാരുടെ പേര് വിളിക്കുന്നത് ഈ ട്രോളന്മാര്. ആ പുള്ളി ഇക്ക എന്ന് വിളിക്കും, പുള്ളി ഇക്ക എന്ന് വിളിക്കുന്നത്. ഇക്കയുടെ കഥാപ്രസംഗം എന്നാണ് ഈ ട്രോളന്മാര് പിള്ളേർ പറയുന്നത്. അപ്പം ഈ BRM ഷഫീർ അവൾ പറഞ്ഞെന്തോ സോണിയാഗാന്ധി പോലും പറഞ്ഞില്ല അവർക്ക് അത്രയ്ക്ക് വലിയ മാരകരോഗമായിരുന്നു. അപ്പം സോണിയാഗാന്ധിക്ക് എന്തോ വലിയ മാരകരോഗം ബാധിച്ചു. ആ മാരകരോഗത്തിന് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പൊ അവിടെ നിന്ന് പൂജിച്ച ചരട് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവിടെ കൈ പിന്നെ സോണിയാഗാന്ധിയുടെ കൈ കൊണ്ട് കെട്ടിക്കൊടുക്കാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ചരടും കൊണ്ട് നടക്കുന്നത്. ചരടിന്റെ മൊത്ത കച്ചവടക്കാരനാണ്. അയ്യപ്പൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അവിടെ സോണിയാഗാന്ധിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു, ആ ചരട് നീ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇല്ല. ഈ പിന്നെ എന്ത് റോളുള്ള മേൽശാന്തിയാണോ അല്ല, കീഴ്ശാന്തിയാണോ അല്ല, കഴകമാണോ അല്ല, കീഴ്ക്കഴകമാണ്. ഇവരൊക്കെ പിന്നെ ഇത്രയ്ക്ക് പ്രാധാന്യം കിട്ടി കീഴ്ക്കഴകത്തിൽ പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരുത്തിന് എങ്ങനെയാണ് അവിടെ നിന്ന് കയറി എന്നുള്ളത് നമ്മുടെ വേറൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാരും പറയുന്നില്ല, ഈ അടൂർ പ്രകാശ് പോലും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ കൗൺസിലർ ശ്രീലേഖ ഈ രീതിയിലുള്ള വാക്കുകൾ പറയുന്നത്. എനിക്ക് 30 വർഷമായിട്ട് അറിയാം, അത് കെണിയിലാകും എന്നുള്ളൊരു സൂചന കിട്ടി. BJP-കാരിയായ ഒരാൾ വന്നിരുന്നുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ച ഒരാളെ എനിക്ക് 30 വർഷക്കാലമായി അറിയാം, അയാൾ നിരപരാധിയാണ്. അതിന്റെ ധ്വനി അതാണ്. ആ തന്ത്രി കുടുംബത്തിൽപ്പെട്ട അയാൾ നിരപരാധിയാണ്. കാര്യം അയ്യപ്പന്റെ സ്വർണം അയാൾ മോഷ്ടിച്ചില്ല എന്ന് ശ്രീലേഖ കൗൺസിലർ എങ്ങനെയാണ് ഇത്ര തറപ്പിച്ച് പറയുന്നത്? അതിൽ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്?
അപ്പൊ ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി ശ്രീലേഖയും മറുപടി പറയേണ്ടി വരും. ശ്രീലേഖ പിന്നെ 30 വർഷമായിട്ട് അറിയാവുന്ന ശ്രീലേഖ എന്തായാലും മറുപടി പറയണ്ടേ? ശ്രീലേഖയ്ക്ക് അറിയാമല്ലോ, 30 വർഷമായിട്ട് അറിയാമെങ്കിൽ എന്തായാലും ശ്രീലേഖയെ പോലൊരു മുൻ IPS ഉദ്യോഗസ്ഥയോട് എന്താണെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ ഇങ്ങനെ സ്വർണം മോട്ടിക്കാൻ പോവാണ്. ഞാൻ വെറുതെ എന്റെ ഒരു പിന്നെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഞാൻ പറയാണ്. അവിടെ വന്നിട്ട് കൗൺസിലർ ശ്രീലേഖയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ സ്വർണം മോട്ടിക്കാൻ പോയി, ഇതിനുള്ള കുറുക്ക് വഴികൾ ഒരു IPS ബുദ്ധിയിൽ നിന്ന് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം. ഈ ശ്രീലേഖയ്ക്ക് പൊതുവെ ഈ കുറ്റം ചെയ്തവരെല്ലാം നിരപരാധികളാകുന്ന അല്ലെങ്കിൽ അവരെ അങ്ങനെ കാണുന്ന ഒരു നല്ല സന്മനോഭാവം ശ്രീലേഖ IPSനുള്ളത് എന്തായാലും കേരളത്തിന് നല്ലതാണ്. അവരെന്തായാലും പെട്ടെന്ന് ഈ സർവീസിൽ നിന്ന് വിരമിച്ചത് കാര്യമായി. അല്ലെങ്കിൽ ഈ പറയുന്ന പലരും ഇന്ന് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം, അത് പിന്നെ രാഷ്ട്രീയമാണെന്നെങ്കിലും പറയാം, ഈ മോഷണ കേസിലും അവിടെ പിടിച്ചുപറിയിലും ഈ കൊലപാതകത്തിലും റേപ്പിലും ഒക്കെ പ്രതികളായിട്ടുള്ള പലരും ഈ നാട്ടിൽ വിശുദ്ധവൽക്കരിക്കപ്പെടുകയും അവർക്ക് വേണ്ടി അമ്പലങ്ങൾ പണിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മുടെ കാര്യങ്ങൾ നീങ്ങും. അപ്പൊ അതുകൊണ്ട് എന്തായാലും പുള്ളിക്കാരി പിന്നെ റിട്ടയർ ആയത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത്.